നമ്മുടെ വീട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്ന ഇടം അല്ലെ. അവിടെയാണ് അവിടെ മൈൻഡ് ഓപ്പൺ ചെയ്ത് വരേണ്ടത്, അവർക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഒരു മൂഡ് വരേണ്ടത്, ക്രിയേറ്റിവിറ്റി വരേണ്ടത്, സന്തോഷവും ഉത്സാഹമൊക്കെ വരേണ്ട ഒരു ഏരിയയാണ്. അവിടെ ഇതേപോലെ ഒരു ക്രൗഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവർക്ക് പഠിക്കാൻ മൂടുണ്ടാവും ഇല്ലല്ലോ. അവിടെ അതിന് പകരം അവർക്ക് ഉറക്കം തൂങ്ങുന്ന, അതെ, ലേസി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അവിടെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലോ നമ്മുടെ സമ്പത്തിനനുസരിച്ച്, നമ്മുടെ സ്ഥിതി അനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ പ്രകൃതിയുടെ ടച്ചോട് കൂടിയായിട്ട് നമ്മൾ ചെയ്യുന്നതെങ്കിലോ ഇതേപോലെ ഈ കുട്ടിയുടെ മുഖഭാവം നോക്കും, വളരെ പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ഒരു മുഖഭാവം അല്ലെ. അത് നമുക്ക് ചെയ്തെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ, ഇവിടെ കാണുന്നില്ലേ, 2 ഹാങ്കിങ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള, താല്പര്യമുള്ള കളർ തീമില്, അവർക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേണില് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഉത്സാഹം ഉണ്ടാവും. ഇതേപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് അവരുടെ മനസ്സിലേക്ക്, അവരുടെ ചിന്താമണ്ഡലങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അതിനായിട്ട് അവരെ പരിഗണിക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഡോറിന്റെ മുന്നിൽ ഇതേപോലെ ഒരു വെൽക്കം ബോർഡ് വെച്ചാൽ വളരെ മനോഹരമായിരിക്കില്ലേ. അവർ താമസിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെയാണ് അവർക്ക് ഒരു ബാസ്ക്കറ്റ് അറേഞ്ച്മെന്റ് കൊണ്ട് തന്നെ അവിടെ മൂടിനാറ്റാം. അവർക്ക് ഇഷ്ടമുള്ള ഒരു കളേഴ്സിലാണെങ്കിൽ ഇവിടെ കാണുന്നത് വളരെ നിസ്സാരമായ ലീവ്സ് വന്നപ്പോൾ തന്നെ അവിടെ മാറ്റം വന്നില്ലേ. ഇതേപോലെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രസന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നിങ്ങളുടെ വീട്ടിന്റെ ഏറ്റവും വെളിച്ചമുള്ള, വായുസഞ്ചാരമുള്ള ഒരു ഏരിയയുടെ പിക്ചർ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇസ്മി ഇസ്മായിൽ TP 18 വർഷത്തിലേറെ ഈ ക്രിയേറ്റീവ് ലിവിംഗ് സ്പേസ് എന്ന ഒരു കൺസെപ്റ്റിലെ എക്സ്പീരിയൻസ് ഉണ്ട്, വിദേശത്തും സ്വദേശത്തുമായിട്ട്. താങ്ക് യു.